പത്തനംതിട്ടയിൽ CPM-ൽ ചേർന്ന യുവാവിനെ കഞ്ചാവുമായി പിടികൂടി. മയിലാടുപാറ സ്വദേശി യദു കൃഷ്ണനെയാണ് പിടികൂടിയത്. കാപ്പ കേസ് പ്രതിയായ ശരൺ ചന്ദ്രനൊപ്പം കഴിഞ്ഞ ദിവസം CPM-ൽ ചേർന്ന ആളാണ് പിടിയിലായ യദു കൃഷ്ണ. അബിലാലുണ്ട്. അബിലാൽ, വലിയ വിവാദങ്ങൾ ഈ ക്രിമിനലുകൾ പാർട്ടിയിലേക്ക് വരുന്നതിനെ ചൊല്ലി നടക്കുന്നു. അതിനെയൊക്കെ തന്നെ തള്ളിപ്പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയൊക്കെ വരുന്ന ഘട്ടത്തിലാണിപ്പോൾ അവരിൽ നിന്ന് തന്നെ കഞ്ചാവ് പിടികൂടുന്നത്. ആരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായതും എന്താണ് സംഭവിച്ചത്? കാപ്പ കേസ് പ്രതിയെ CPM-ൽ എടുക്കുകയും പാർട്ടി സെക്രട്ടറിയും ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ള യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിന്റെ വിവാദം കെട്ടിടക്കും മുൻപാണ് യദു കൃഷ്ണൻ എന്ന 62 പേരിൽ അന്ന് പാർട്ടിയിൽ അംഗത്വമെടുത്തല്ല പാർട്ടിക്കൊപ്പം ചേർന്ന 62 പേരിൽ ഒരാളായിട്ടുള്ള യദു കൃഷ്ണനെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടുന്നത്. ഇന്ന് തിങ്കളാഴ്ച ദിവസം പത്തനംതിട്ട കുമ്പഴയിൽ വെച്ചാണ് സംഭവം ഉണ്ടാകുന്നത്. ഏതാനും യുവാക്കൾക്കൊപ്പമായിരുന്നു വയനാട് സ്വദേശി യദു കൃഷ്ണൻ ഈ സമയം. എക്സൈസ് സംഘം ഇവരെ നോട്ടമിട്ട് തന്നെയാണ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ ആ യദുകൃഷ്ണനോട് യുവാക്കളെ മുഴുവൻ പേരെയും എക്സൈസ് സംഘം പരിശോധിക്കുകയും യദുകൃഷ്ണന്റെ പക്കൽ നിന്നും 2 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുകയുമാണ് ഉണ്ടായത്. പുകവലിക്കുന്നതിനായി ഇയാൾ കയ്യിൽ കരുതിയ കഞ്ചാവാണ് പിടികൂടിയത് എന്ന് എക്സൈസ് വിശദീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ 2 ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇയാളുടെ പക്കൽ നിന്നും പിടികൂടിയത് എന്നതിനാൽ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ജാമ്യത്തിൽ വിട്ടയക്കുകയുമാണ് ഉണ്ടായത്. ഇയാളെ ജാമ്യത്തിൽ ഇറക്കിയത് തന്നെ മലയാളപ്പുഴ മേഖലയിൽ നിന്നുള്ള ഏതാനും പ്രാദേശിക CPM പ്രവർത്തകർ ഇടപെട്ടാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുമ്പഴയിൽ സംഘടിപ്പിച്ച അല്ലെങ്കിൽ കാപ്പ കേസ് പ്രതി അടക്കം യദുകൃഷ്ണൻ അടക്കം 62 പേർ CPM-ൽ ചേർന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്ക് പുതിയ നിറം നൽകുന്നതാണ് കഞ്ചാവ് കേസ്.